ാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ വഴറ്റിയിലോട്ട് 2-3 പച്ചമുളക്, തീയലിനാവശ്യമായ പച്ചക്കറികൾ. ഞാനിവിടെ തക്കാളി, പടവലം, കൊച്ചുള്ളി, വെണ്ടയ്ക്ക, ഒരു ഉരുളൻകിഴങ്ങ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചെറുതീയിൽ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തീയലിനാവശ്യമായ തേങ്ങ വറുക്കാം. അതിലേക്ക് കുറച്ച് പച്ചക്കുരുമുളക്, ആവശ്യത്തിന് മുളക് ഇത്ര ഇട്ട് നമുക്ക് ചെറുതായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. പുളിക്ക് ആവശ്യമായ പുളി ഇടാം. തക്കാളി ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് പുളി ഇടുക. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് അരച്ചെടുക്കാം. നമുക്കിത് വെള്ളം പറ്റുമെന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. മലക്കറിയുടെയൊക്കെ വെള്ളത്തിലിരുന്ന് ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ചെറുതായിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെന്തിട്ടുണ്ട് എങ്കിലും ഒന്ന് ചെറുതായിട്ട് അടച്ച് വെച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കിടാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് പറ്റി വരട്ടെ. അപ്പം നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കടുക് വറുത്തിടാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാവയ്ക്ക കയ്പ്പാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു തീയലാണ്.